ത്രീ ഡോട്ട്സ്, വാദ്യാർ, ഒന്നും മിണ്ടാതെ, സ്വർഗത്തെക്കാൾ സുന്ദരം, അരവിന്ദന്റെ അതിഥികൾ, ആൻഡ് നൗ ദി ലേറ്റസ്റ്റ് ഹിറ്റ് ദിലീപ് മൂവി പവി കെയർടേക്കർ. Our very favorite script writer and dialogue writer. I'm really happy and excited to have Rajesh Raghavan sir here. Welcome to Unfiltered Coffee Time with Deepa. അപ്പോൾ പവി കെയർടേക്കറിൻ്റെ സക്സസ്, ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ 26th റിലീസായി. 5ാമത്തെ ദിവസമാണ്. ഭയങ്കര ഹാപ്പിയാണ്, നല്ല റിസൾട്ട്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അത് എല്ലാ ടെക്നീഷ്യന്മാരും റൈറ്ററും ഡയറക്ടേഴ്സിനും എല്ലാം ആഗ്രഹിക്കുന്നത് ആ ദിവസം പടം ആളുകൾ സ്വീകരിക്കണമെന്നാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഈ എഫേർട്ട് എല്ലാം എടുക്കുന്നത്. അത് നന്നായി വന്നു. നമുക്ക് റെസ്പോൺസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത ജോലിയിൽ അതൊരു എന്താ പറയാന്ന് പറയാൻ പറ്റില്ല, അത്രയും നമുക്ക് അംഗീകാരം പോലെ. തീർച്ചയായിട്ടും. കാരണം ഏത് അംഗീകാരത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ആരാണ് പേ ചെയ്യുന്നത്? നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എവിടെ നിന്നാണ്? അപ്പോൾ നമ്മൾ അവരോട് താങ്ക്ഫുള്ളാണ്. അവർ കൊടുത്ത പൈസയ്ക്ക് അവർ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ജോലി വെറുതെ ഭക്ഷണം കഴിച്ചായിട്ട് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ആഗ്രഹങ്ങളും വെറുതെ അല്ല എന്നുള്ളത്. അതെ, അത് തീർച്ചയായിട്ടും. പ്രൊഡ്യൂസറൊക്കെ ഭയങ്കര ഹാപ്പി, പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, നായകൻ ഹാപ്പിയാണ്, ഡയറക്ടർ ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, വണ്ടർഫുൾ. അപ്പം ഞാൻ ഇപ്പം ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, തുടക്കം തൊട്ട് തന്നെ ഫസ്റ്റ് മൂവി വാദ്യാർ. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു ആ മൂവി? അതും കൊമേഴ്സ്യലി സക്സസ് ആയിരുന്നു. ആ സമയത്ത് അത് പ്രോഫിറ്റ് ആയിരുന്നു ആ സിനിമ. ഓക്കെ, അതിനുശേഷമുള്ള അതും അതുപോലെ തന്നെ എല്ലാ മൂവീസിലും ഒരു കാര്യം ഞാൻ എന്തായാലും ശ്രദ്ധിച്ചത്, ഹൈ സ്റ്റാർ കാസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇത് ലക്കാണോ അതോ ബന്ധങ്ങളാണോ? കാരണം ഞാൻ പലപ്പോഴും പലവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരു ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ എന്നാ രാജേഷേട്ടന് പറയാനില്ല ഇതില്? ഇല്ല, അതിൽ ലക്കുമില്ല, ബന്ധങ്ങളും ഇല്ല, ഒന്നുമില്ല. പ്യുവർ ക്രിയേഷൻ. നമ്മുടെ കണ്ടന്റിന്റെ സ്ട്രെങ്ത് ആണ് ഒരു ആർട്ടിസ്റ്റിനെ നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ബന്ധങ്ങൾക്കൊന്നും അവിടെ, എൻ്റെ ഇപ്പോൾ 10 years ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ അത് വെച്ച് സിനിമ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കണ്ടന്റ് ആണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾപ്പിക്കാൻ പോയപ്പം എത്ര പേരെ കേൾപ്പിച്ചിട്ടുണ്ട്? എത്ര പ്രൊഡ്യൂസേഴ്സിനെ കേൾപ്പിച്ചിട്ടുണ്ട്? ഫസ്റ്റ് പ്രൊഡ്യൂസർ. ആക്ച്വലി ഞാൻ ഒരു റൈറ്റർ ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല. ഞാൻ മീഡിയ പേഴ്സൺ ആണ്. മാതൃഭൂമിയിലായിരുന്നു കുറേ കാലം. അപ്പോൾ പക്ഷേ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നാടകവും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള, ഒരു കാരണവശാലും ഇത്തരം മേഖലയിലേക്ക് പോകരുതെന്ന് വിചാരിച്ച ആളാണ്. അക്കാഡമിക്ക് പോവുക, സ്വസ്ഥമായിട്ട്, വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ. ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു അൺസ്റ്റെബിലിറ്റിയും കൂടെ കണ്ടത്. അൺസ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട, പഠിക്കാൻ പഠിക്കണമായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പഠിച്ച് പോവുക എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിന്നതും. ഞാൻ ഫോക്കസ്ഡ് മൊത്തം പഠിത്തവും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ അപ്പുറം നിയോഗം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. ഞാൻ പറയുന്ന ഫസ്റ്റ് കഥ പറയുന്നത് ജയസൂര്യയുടെ അടുത്ത്. ഫസ്റ്റ് കഥ പനമ്പള്ളി നഗറിലെ DC ബുക്സിൻ്റെ അന്നൊരു കോഫി ഷോപ്പുണ്ട്. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കോഫി ഷോപ്പിലാണ് ജയൻ്റെ അടുത്ത് ഞാൻ കഥ പറയുന്നത്. കഥ കേൾക്കുന്നു. ജയൻ ഒറ്റ കണ്ടീഷനെ വെച്ചുള്ളൂ, സ്ക്രിപ്റ്റ് വായിക്കണം. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയും. കഥ എനിക്ക് ഓക്കെ എന്ന് പറയും. പിന്നെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ കുറേ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്നത് ഒരു സിനിമാറ്റോഗ്രാഫറാണ്, പിന്നെ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണെന്ന് വരെ കണ്ടു. ഇതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആരൊക്കെയോ എനിക്ക് ചാർത്തി തരുന്ന പട്ടങ്ങളാണ്. ഞാനിതൊന്നുമല്ല, ഞാൻ റൈറ്ററാണ്. പിന്നെ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വാരിക്കുഴിയിലെ കൊലപാതകത്തിൽ ഞാനാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ പവിയിലും ഒരു അഡ്വക്കേറ്റ് ഗിരീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ അറിയാമെന്നുള്ളൊരു ഞാൻ ബേസിക്കലി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നാടകം, അത് കഴിഞ്ഞും പ്രൊഫഷണൽ നാടകം ഇതൊക്കെ ചെയ്തു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അല്ലാതെ ഈ പറഞ്ഞ രണ്ട് സംഗതികളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് വേറെ ഏതോ രാജേഷ് രാഘവനെ എനിക്ക് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അതെ. ഇപ്പം
തുടക്കത്തിൽ മനസ്സിലാക്കിയത് ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴും എഴുതുമായിരുന്നു അല്ലേ, വായിക്കുമായിരുന്നു? പുസ്തകം വായനയാണ് എൻ്റെ ബേസ്. എഴുത്തിലേക്ക് വരുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത് ഞാനെന്നല്ല, അങ്ങനെ ആവണം റൈറ്റർ. എന്നാലേ നമുക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെ റോ മെറ്റീരിയൽസ് വായനയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ വായിക്കുന്ന ജോണേഴ്സിലെയാണ് നമ്മൾ പിന്നെ ഫർദർ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ നിന്നാണ് ഇൻപുട്സ് എടുത്ത് ഫർദർ നമ്മളുടെ കഥകൾ എഴുത്തിലും വരുന്നത്? പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന ക്രൈം ത്രില്ലേഴ്സാണ് വായിക്കുന്നതെങ്കിൽ നമ്മളുടെ ടേസ്റ്റ് അതിലാണ്. അപ്പം നമ്മൾ എഴുതുന്ന കഥകളിലും അതിൻ്റെ ഒരു ഫ്ലേവർ വരും. ഇപ്പം ഞാൻ വായിച്ചു തുടങ്ങിയത് ബഷീറിനെയും എം ടിയെയും എസ് കെ പൊറ്റക്കാടിനെയും അങ്ങനെ നമ്മൾ കേട്ട് പരിചയിച്ച നമ്മുടെ മുൻ തലമുറയിലെ പ്രഗത്ഭരായ എഴുത്തുകാരെയാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ കഥകളിലെ നന്മയും കഥാപരിസരവും അത്തരം എല്ലാം എൻ്റെ സിനിമകളിലുണ്ട്. അപ്പം അതിൽ നിന്നൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അല്ലെങ്കിൽ കഥ എഴുതുന്നതും, പക്ഷെ സിനിമയ്ക്ക് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉള്ള വ്യത്യാസം എപ്പോഴാണ് ഹിറ്റ് ചെയ്തത്, റിയലായിട്ട് മനസ്സിലായത്? അത് എനിക്ക് തോന്നുന്നു ഞാൻ തിരക്കഥ സ്ക്രിപ്റ്റ് റൈറ്റ് താങ്ക് യു സ്ക്രിപ്റ്റിംഗ് ഒരു പ്രൊഫഷൻ ആക്കണമെന്നും ഒരു മുഴുവൻ സമയ തിരക്കഥ മൈൻഡിൽ നിന്ന് ഭയങ്കര ഷിഫ്റ്റ് ആയിട്ട് തോന്നിയില്ല? ചെറിയ കഥകളും തിരക്കഥകൾ അങ്ങനെയൊക്കെ എഴുതുന്നതും സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മൈൻഡ് തന്നെ ഒരു ഭയങ്കര... ഞാൻ ചെറുകഥ എഴുതിയിട്ടില്ല, പുസ്തകങ്ങൾ വായിക്കുന്നതല്ലാതെ കഥ എഴുതുന്ന ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആദ്യം എഴുതുന്നത് തന്നെ വാദ്യാരുടെ തിരക്കഥയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്കിപ്പം, കാരണം നമ്മളത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസം അറിയത്തില്ല. ഞാൻ എഴുതിയത് തന്നെ സിനിമയുടെ ഫോർമാറ്റിലുള്ള സ്ക്രീൻ പ്ലേ ആണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അപ്പം അതെങ്ങനെയായിരുന്നു എഴുതി തുടങ്ങി? അതൊരു ഭയങ്കര തമാശ ഉള്ള കാര്യം. എല്ലാവർക്കും ഓരോ ഗുരുനാഥന്മാർ കാണുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇവിടുന്ന് ജയൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ മാവേലിക്കരയ്ക്ക് പോവാം. ഞാനും എൻ്റെ ഡയറക്ടർ നിതീഷ് ചേട്ടൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ജ്യേഷ്ഠ തുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് ഇത് ആരെ കൊണ്ട് എഴുതിക്കും. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഥ പറയുക, എൻ്റെ ഒരു കഥ സിനിമയാവുന്നുണ്ടല്ലോ, പക്ഷേ ഇത് ആരെഴുതും? അപ്പം ഞങ്ങളിങ്ങനെ പോകും. പറഞ്ഞ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ്, അപ്പോൾ അഡ്വാൻസ് കൊടുത്താലേ പലരും എഴുതുള്ളൂ. അപ്പോൾ 1-2 പേരെ പുള്ളി വിളിച്ചപ്പോൾ 1 ലക്ഷം രൂപ അന്ന് ടോക്കൺ അഡ്വാൻസ് വേണം, എന്നാലേ തുടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പം മാവേലിക്കര എത്താറായപ്പോൾ നിതീഷ് ചേട്ടൻ എടുത്ത് ചോദിച്ചു, എടാ അങ്ങനെ ഉണ്ടെങ്കിലേ നീ ഒന്ന് എഴുതി നോക്ക്, വെറുതെ ഒന്ന് എഴുതി നോക്ക്, നമുക്ക് പറ്റിയാൽ നമുക്ക് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലും, നിങ്ങൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പടത്തിൻ്റെ ലൊക്കേഷനിൽ പോലും ഞാൻ വന്നിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുതും? പുള്ളി പറഞ്ഞു അത് ഡയലോഗ്സ് ഉണ്ട്, സീൻസ്. അപ്പോൾ കയറി ഏറ്റും പോയി. ഞാൻ മാവേലിക്കര ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബുക്ക് സ്റ്റോളുണ്ട്, സ്ഥിരം ഞാൻ പോയി പുസ്തകം വാങ്ങിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് കാഴ്ചയുടെ പ്രിന്റഡ് സ്ക്രിപ്റ്റ് വാങ്ങിക്കുന്നു. ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വായിക്കുക. സീൻ 1 പകൽ, എക്സ്റ്റീരിയർ, ഇന്റീരിയർ. അപ്പം ഞാൻ അവിടുന്ന് നിതീഷ് ചേട്ടനെ വിളിക്കും. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൊക്കേഷൻ പുറത്താണ്, കട്ടു എന്ന് പറയുന്നത് അടുത്ത സീനിലോട്ടുള്ളതാണ്. ഈ ടെക്നിക്കൽ വാക്കുകൾ പോലും അറിയാതെ എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ ഗുരുനാഥൻ ചിലപ്പം ബ്ലസ്സി ആയിരിക്കും, ബ്ലസ്സി സാറായിരിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെയാണ് സിനിമയിലോട്ട്. അപ്പോൾ ആ ആദ്യത്തെ സിനിമയിൽ എന്താണ് പഠിക്കാൻ പറ്റിയത്? ഫൈനലി അത് എഴുതി കഴിഞ്ഞ ഒരു സിനിമ ആയി കഴിഞ്ഞപ്പം തോന്നിയായിരുന്നോ കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റാമായിരുന്നു എന്നൊക്കെ? തീർച്ചയായിട്ടും. കാരണം അത് നമുക്കൊരു ഹോംവർക്കോ നമുക്കൊരു ഗൈഡൻസോ ഇല്ലാതെ ചെയ്തൊരു കാര്യമാണ്. അത് ഒരുപാട് നന്നാക്കാമായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു. കാരണം ആ സബ്ജക്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, തിരക്കഥ മോശമായിരുന്നു. സാധാരണ ആൾക്കാർ അങ്ങനെ പറയാറില്ല. ആ സിനിമയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം അതിൻ്റെ മോശം തിരക്കഥയാണ്. അത് കൊണ്ട് കാണിച്ചപ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഒന്നും പറഞ്ഞില്ല? അല്ല, ജയസൂര്യ ഫസ്റ്റ് വായിച്ച് തന്നെ ഓക്കെ പറഞ്ഞു, നമുക്ക് ഈ സ്ക്രിപ്റ്റ് തന്നെ ഷൂട്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം അതിൽ ചില ഞങ്ങളാരും നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കറക്ഷൻസ് വന്നപ്പോഴാണ് അതിൻ്റെ ആ പ്യൂരിറ്റി നഷ്ടപ്പെട്ടത്. അതാണ് സിനിമയ്ക്ക് അർഹിച്ച ഒരു അംഗീകാരം. അല്ലെങ്കിൽ അത് ഒരു സ്കൂൾ ബേസ്ഡ് സബ്ജക്റ്റ് ആയിരുന്നു. അതെ, ഒരു സറ്റയർ ആയിരുന്നു, ഒരു സോഷ്യൽ സറ്റയർ ആയിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളരെ സരസമായി കളിയാക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പം ഞാനിപ്പം അറിഞ്ഞിരിക്കുന്നത് രാജേട്ടനൊരു സിമ്പിളായിട്ടുള്ള നമ്മുടെ
ഈ സൊസൈറ്റിയിലുള്ള ചില ക്യാരക്ടേഴ്സിനെ വീക്ഷിക്കുന്നു, ഒബ്സർവേഷനിലൂടെയാണ് പലപ്പോഴും പല വൺ ലൈനേഴ്സും കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കുറേ ക്യാരക്ടേഴ്സിൻ്റെ മാനറിസംസ് മനസ്സിലോട്ട് കൊണ്ടുപോയി പിന്നെ അതിന് ക്യാരക്ടറായിട്ട് രൂപം കൊടുക്കുന്നു. അതിനെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സിനിമയുടെ കഥയായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത്? അതോ അതിൽ സ്വന്തം കഥ ഇടുവാണോ, ഇവരുടെ കഥ ഉൾപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അല്ലല്ല, അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിസരത്തുള്ള എല്ലാ മനുഷ്യരുമായിട്ടും കഴിയുന്നത്ര ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ വന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സാധാരണ മനുഷ്യരും അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളും ചെറിയ ശമ്പളത്തിന് ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ, പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എൻ്റെ ബന്ധുക്കളൊക്കെ അങ്ങനെ. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. അവിടെ ഞാൻ കാണാത്ത മനുഷ്യരൊന്നുമില്ല, എല്ലാത്തരം മനുഷ്യരുണ്ട്, എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പല ക്യാരക്ടേഴ്സിനും ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഫ്ലാറ്റിൽ ജീവിക്കുന്നു, പക്ഷേ എനിക്ക് ആ പരിസരത്തുള്ള എല്ലാ കടകളിലും എൻ്റെ കടക്കാർ സുഹൃത്തുക്കളാണ്. ചായക്കട സ്ഥിരം പോകുന്ന ചായക്കടകളുണ്ട്, രാവിലെ വൈകിട്ട് നടക്കാൻ പോകുന്നവരുണ്ട്, ജിമ്മിൽ പോകുമ്പം അവിടെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ റോ മെറ്റീരിയൽസ് ആണ് മുഴുവൻ. ഞാൻ അവരെ അങ്ങനല്ല കാണുന്നെങ്കിൽ പോലും ആസ് എ റൈറ്റർ അങ്ങനെ ആയി വരിക. അപ്പോൾ അതുകൊണ്ടാണ് പല ക്യാരക്ടേഴ്സിനും ഇപ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവിതഗന്ധിയായ കഥാപാത്രങ്ങൾ എന്നൊക്കെ. ചിലപ്പം നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതായിരിക്കും. എനിവേ അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഒത്തിരി നല്ല നല്ല സിനിമകളുണ്ട്. അതെ, പിന്നെ അതെ, എപ്പോഴും ഞാൻ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന, അവരോട് സ്നേഹത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ കണ്ണിൽ പെടുന്നത് ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും എൻ്റെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഒരിക്കലും ഒരു വലിയ പണക്കാരൻ്റെ കഥ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഇത്തരം മനുഷ്യർ, അതായത് നമ്മൾ ജീവിതത്തിൽ അരികു ചേർന്ന് പോകുന്ന ആളുകളുടെ കൂടെയാണ് എൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നത്. ജീവിതം അങ്ങനെ അല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സ് അവരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അവരോടാണ് എനിക്ക് എമ്പതി ഉള്ളത്. അതാണ് എൻ്റെ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഇനീഷ്യലി എവിടെയാണ് ജനിച്ചത്? ഞാൻ മാവേലിക്കര. ഓക്കെ. അപ്പോൾ പട്ടാമ്പിയിൽ എന്താണ്? പട്ടാമ്പിയിൽ ഞാൻ കോളേജിൽ പഠിച്ച പട്ടാമ്പി SNGS. അത് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചു. ഇതൊക്കെ വായിച്ചല്ലോ. പട്ടാമ്പിയിൽ എൻ്റെ കോളേജ് പട്ടാമ്പിയായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ BCom, അങ്ങനെ PG, അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു എല്ലാം. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പഠിച്ച് മുന്നോട്ട് പോകാനായിരുന്നു താല്പര്യം. അപ്പം ഈ ഒരു എന്നായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത് റൈറ്റിങ്? വാദ്യാർ 2010. അപ്പം നമ്മൾ ആ സമയത്തിൽ നിന്ന് ഇന്ന് നമ്മൾ 2023 നിൽക്കുന്നത്, 24. സോ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിങ്ങും കൂടിയാണ്, പഠനമാണ്. പക്ഷെ ഇതേ സമയത്ത് നമ്മളുടെ ഒരു കമേഴ്ഷ്യൽ മോണിറ്ററി ഗെയിൻസ് എന്ന് പറയുന്നതും, കാരണം കുടുംബജീവിതം ഉണ്ട് അതിനിടയ്ക്ക്, അതെങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി? അല്ല, ഞാൻ ഏകദേശം നന്നായിട്ട് റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരാളാണോ? വാങ്ങും. അതുകൊണ്ടാണ് എനിക്ക് അധികം സിനിമകൾ ഞാൻ ചെയ്യാത്തത്. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ഞാൻ ചോദിക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. അത് കിട്ടിയേ പറ്റുള്ളൂ. ദാറ്റ്സ് മൈ റൈറ്റ്. വണ്ടർഫുൾ. അതൊരു നല്ലൊരു അത് മതി. എനിക്ക് എന്നെ പേ ചെയ്യാൻ പറ്റുന്നവർ എൻ്റെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ പേര് ഫേസ്ബുക്കിൽ വന്നിട്ടോ അല്ലെങ്കിൽ പോസ്റ്ററിൽ ഒട്ടിച്ചിട്ടോ ഞാനത് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എനിക്ക് വേണ്ട എന്താണ്, ഞാൻ എടുക്കുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രയും ഓപ്പണായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന പൈസ കിട്ടാതെ ഞാൻ സിനിമ എഴുതില്ല. അത് എൻ്റെ ബിക്കോസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണല്ലോ അതിൻ്റെ സ്കെലറ്റൻ. അതെ. അല്ല, അതാണ് അതിൻ്റെ എല്ലാം. അതിനപ്പുറത്തേക്കോ ബാക്കിയെല്ലാം അതിൻ്റെ ആഡ് ഓൺസ്. അപ്പം ഈ 2010 തൊട്ട് എത്ര നാൾ സ്ട്രഗിൾ ചെയ്തൊരു ടൈമുണ്ട്? സ്ട്രഗിളിങ് ഇപ്പോഴും സ്ട്രഗിളിങ്. പക്ഷേ ജീവിച്ചു പോവാം എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു പരിപാടികളൊന്നുമില്ല. സ്ട്രഗിളിങ്ങിന് ഇപ്പോഴും ഒരു കുറവുമില്ല. ഇനിയിപ്പം ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞ് തുടരെ സിനിമകൾ വന്നാൽ സ്ട്രഗിളിങ് മാറ്റണം. അതെ. ഇപ്പം അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈവ്ലി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഉർവശി ചേച്ചിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു ഇതാണ്. അപ്പം ആ സമയത്തുള്ള അരവിന്ദൻ്റെ അതിഥികളുടെ എവിടെ നിന്നായിരുന്നു ഇൻഫ്ലുവൻസ് കിട്ടിയത്, ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ? അത് ഈ പറഞ്ഞ പോലെ ഞാൻ കോഴിക്കോട് ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു പയ്യൻ, ഞാൻ ചെന്നപ്പോൾ തൊട്ട്
ഇവൻ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു. അപ്പം എനിക്ക് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇവന് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ എനിക്ക് അപരിചിതരോട് ഞാൻ വളരെ എന്താ പറയുക കംഫർട്ടല്ല. അപ്പം പക്ഷേ ഇവൻ ഒബ്സർവ് ചെയ്യും. നമുക്ക് ഇടപഴകില്ല അധികം പോയി എന്തെങ്കിലും നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു റിലേഷൻ ഞാൻ കംഫർട്ടബിൾ അല്ല. പക്ഷെ ഇവൻ എന്നെ ഇങ്ങനെ ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നോക്കുന്നു. അപ്പം എന്തോ ഒരു പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ അസ്വസ്ഥനായി. റൂം വിട്ടു പോയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അത് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഇനി ടിപ്പ് കിട്ടാൻ അല്ലേ. നമ്മൾ മനുഷ്യനാണ്. മനുഷ്യൻ എപ്പോഴും അവൻ്റെ സ്വാർത്ഥതയെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ചായ കൊണ്ടു തരുന്നു, ഇവൻ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഞാൻ പോകാൻ നേരത്ത് റൂം വെക്കേറ്റ് ചെയ്ത് പോകാൻ നേരത്ത് ഞാൻ ഇവന് 200 രൂപ ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവൻ മേടിക്കുന്നില്ല. ഇവൻ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇത് നീ മേടിക്കും. ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിനെ അല്ല, ഇവൻ എൻ്റെ റൂം സർവീസ് ആണല്ലോ. അത് ആ ഒരു സമയത്തുള്ള ഒരു ഇത്. ഞാൻ പറഞ്ഞു നീ ഇത് വെക്ക്. അല്ല ചേട്ടാ എനിക്കത് വേണ്ട. ഞാൻ പറഞ്ഞു പിന്നെന്താ, അത് എനിക്ക് ചേട്ടനെ ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒരു ബ്രദർ 10-13 വയസ്സുള്ളപ്പോൾ ഇറങ്ങിപ്പോയതാണ് വീട്ടിൽ നിന്ന്. അവൻ്റെ അതേ മുഖച്ചായ ഉണ്ട് ചേട്ടന്. ഞാൻ അതാണ് ചേട്ടൻ വന്നപ്പോൾ തൊട്ട് ഞാനിങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരുന്നു. അവനിപ്പോൾ എവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ചേട്ടാ, അല്ലാതെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ നിലയ്ക്ക് എനിക്കുണ്ടായ ഒരു അപമാനമില്ലേ. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. അവൻ എന്താ ചിന്തിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇവിടെ വരുന്ന എല്ലാവരെയും ഞാൻ ഈ പ്രായമുള്ള ചേട്ടൻ്റെ പ്രായമൊക്കെ ഉള്ളവർ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും. അതിൽ എൻ്റെ ചേട്ടനെങ്ങാനും വന്ന് ഇവിടെ വരാൻ സാധ്യതയുണ്ടോ. ആ അന്വേഷണമാണ് അരവിന്ദൻ. ചേട്ടൻ ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല അവരെ അല്ലേ, ആ വ്യക്തിയുടെ ബ്രദർ? അല്ല, അവൻ പോയി. അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ചെറുപ്പത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അത് എവിടാന്നറിയില്ല, ജീവനോട് ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ആ അനിയൻ്റെ ഒരു അന്വേഷണം ഉണ്ടല്ലോ, അത് ഞാൻ അമ്മ എന്നുള്ളൊരു ഇതിലേക്ക് മാറിയപ്പോഴാണ് അരവിന്ദൻ ഉണ്ടാവും. ലോഡ്ജിൽ വരുന്ന എല്ലാവരും അരവിന്ദൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആവുന്ന അങ്ങനെയാണ്.